സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഹരിനാമ കീർത്തന പഠനം നമ്മൾക്ക് ആരംഭിക്കാം. അക്ഷരമാലയിലെ ല എന്ന അക്ഷരം മുതലാണ് ഇനി നമ്മൾ കാണുന്നത്. ശ്ലോകം 63 മുതൽ തൊട്ടു മുമ്പുള്ള ശ്ലോകങ്ങളിൽ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മായാശക്തി വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതിൽ നിന്നും രക്ഷപ്പെടുക എന്നത് എളുപ്പമല്ല. അതുകൊണ്ട് ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ മായയിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണോ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ ആ ഗർഭപാത്രത്തിൽ ആവരണം ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ ലോകമാകുന്ന ഈ പ്രപഞ്ച മായാശക്തിയിൽ ഞാൻ മൂടപ്പെട്ടിരിക്കുന്നു. എന്നെ അതിൽ നിന്നും രക്ഷിക്കണേ ഭഗവാനെ. അതിനായി അങ്ങയുടെ തൃക്കാൽക്കൽ വീണ് പൂർണ്ണമായും ഞാൻ ശരണാഗതനായിരിക്കുന്നു. ദയവായി എന്നെ രക്ഷിച്ചാലും എന്നുള്ള അപേക്ഷയായിരുന്നു മുൻപുള്ള പദ്യങ്ങളിൽ നമ്മൾ കണ്ടത്. ഇനി നമ്മൾക്ക് 63 മുതൽ പഠനം പുനരാരംഭിക്കാം. ളത്വം ഭവിച്ചിതു ലകാരത്തിനപ്പരിചു തത്വം നിനക്കിൽ ഒരു ജീവത്വമുണ്ട് തവ. കത്തുന്ന പൊന്മളി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ജയ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ളത്വം ഭവിച്ചിതു ലകാരത്തിനപ്പരിചു തത്വം നിനക്കിലൊരു ജീവത്വമുണ്ടു തവ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ജയം നാരായണായ നമ. ളത്വം ഭവിച്ചിതു ലകാരത്തിനപ്പരിചു തത്വം നിനക്കിലൊരു ജീവത്വമുണ്ടു തവ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ജയ നാരായണായ നമ. ളത്വം ഭവിച്ചതു, ള എന്ന ഉച്ചാരണം ഇവിടെ പരാമർശിക്കുകയാണ്. ലകാരത്തിന് അപ്പരിച്, ല എന്ന അക്ഷരത്തിന് അതുപോലെ. തത്വം നിനക്കിൽ, സത്യമെന്തെന്ന് ആരായുകയാണെങ്കിൽ ഒരു ജീവത്വമുണ്ട് താൻ. നിനക്ക് ഉണ്ടായ ഒരു ജീവഭാവം അതുപോലെയേ ഉള്ളൂ എന്നാണ് വരികളുടെ അർത്ഥം. നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് പിന്നീട് പ്രവേശിക്കാം. ഓരോ പദങ്ങളുടെ അർത്ഥം ആദ്യം കാണാം. ളത്വം ഭവിച്ചിതു ലകാരത്തിനപ്പരിചു തത്വം നിനക്കിലൊരു ജീവത്വമുണ്ടു തവ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി എരിയുന്ന സുവർണ ദീപം പോലെ ഹൃദി നിൽക്കുന്ന നാഥ ജയ നാരായണായ നമ. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലയോ നാഥ, അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ്. ചില സംസ്കൃത പദങ്ങളുടെ ഉച്ചാരണത്തിലും എഴുത്തിലും ലകാരം ലകാരമായി മാറാറുണ്ട്. ല എന്നത് ള എന്നാണ് ഉച്ചരിക്കാറ് ചില സന്ദർഭങ്ങളിൽ.
ഈ ദക്ഷിണ ഭാരതത്തിലെ സംസ്കൃതത്തിലാണ് ഈ മാറ്റം അധികമായി കാണാറുള്ളത്. അപ്പം കാലി അല്ലേ, കാളി എന്ന്, മംഗലം, മംഗളം എന്നുള്ള വ്യത്യാസങ്ങൾ എന്നിവ ഇത് ഉദാഹരണങ്ങളാണ്. അതായത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് സാധാരണമായി കണ്ടുവരാറുണ്ട്. അതുപോലെ ഇവിടെ പറയുകയാണ്, പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധവും ജീവാത്മഭാവം വന്നുകൂടുന്നതും ഈ പരമാത്മാവിന് തന്നെയാണ് എന്ന് അല്ലേ. അതായത് നമ്മൾ പരമാത്മാവിൻ്റെ അംശങ്ങൾ തന്നെയാണ് ഓരോ ജീവാത്മാക്കളും. മായ മൂലം ഞാൻ ജീവൻ മാത്രമാണ്, ഈശ്വരൻ എവിടെ എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. മഹാമായയുടെ ശക്തി കൊണ്ട് ജീവാത്മാവിൻ്റെ ഈ പരമാത്മഭാവം മറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ജീവാത്മാവ് എന്നത് വെറുമൊരു തോന്നൽ മാത്രമാണ്. എല്ലാ ജീവികളുടെയും ഉള്ളിൽ ഈ ഒരു നാളം പോലെ, പൊന്മണി വിളക്കെന്ന പോലെ ഈ പരമാത്മ ചൈതന്യം കത്തിജ്വലിച്ചു പ്രകാശിച്ചു നിൽക്കുന്നു എന്നാണ് ഈ പൊന്മണി വിളക്കിൻ്റെ പദപ്രയോഗത്തിലൂടെ ആചാര്യൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എരിയുന്ന സുവർണ ദീപം പോലെ പരമാത്മാവ് തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ആ ദീപം അണഞ്ഞാൽ പിന്നെ നാം ഒക്കെ ജഡമായി മാറി. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കരുവായി ഭവിച്ചതു മുതൽ ഇങ്ങനെ ഭഗവാനെ, ഈ ഒരു തോന്നൽ കാരണം എന്നെ, ഞാൻ ജീവൻ മാത്രമാണെന്നുള്ള തോന്നൽ കാരണം ഞാൻ ദുഃഖിക്കുകയാണ്. ഈ തോന്നൽ മാറ്റി മായയിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണിവിടെ ആചാര്യൻ നടത്തുന്നത്. എന്നും ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. എല്ലാ ജീവിയുടെയും ഉള്ളിൽ കത്തുന്ന ഈ സുവർണ ദീപം, അത് പ്രസരിപ്പിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. മായയുടെ ഈ ആവരണം കൊണ്ട് നമുക്ക് പലപ്പോഴും ആ ദീപപ്രകാശത്തിനെ കാണാൻ സാധിക്കുന്നില്ല. അതിനെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാലേ നമ്മുടെ ഉള്ളിൽ കത്തുന്ന ആ പ്രകാശ ചൈതന്യത്തിനെ അറിയാൻ സാധിക്കൂ. അതിന് ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടാകണേ, എങ്കിൽ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഭഗവാനെ, എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് തിരിഞ്ഞു. ഇത്രയും നാൾ ഞാൻ ബാഹ്യമായി ഭഗവാനെ അന്വേഷിച്ച് നടന്നു. ഇനി മുതൽ ഭഗവാനെ, അങ്ങ് കുടികൊള്ളുന്ന ഈ ആസ്ഥാനമായ എൻ്റെ ഹൃദയക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് അങ്ങ് അനുഗ്രഹം നൽകണേ എന്നുള്ള പ്രാർത്ഥന നമുക്കും എഴുത്തച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാം. ഇളത്വം ഭവിച്ചിതുലകാരത്തിനപ്പരിചും തത്വം നിനക്കിലൊരു ജീവത്വമുണ്ടു തവ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ജയ നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. അടുത്ത ശ്ലോകം ആരംഭിക്കുന്നത് ക്ഷ എന്ന അക്ഷരത്തിൽ നിന്നാണ്. നമുക്ക് നോക്കാം. 64-ാമത്തെ ശ്ലോകം. ക്ഷരിയാതൊരക്ഷരം അതിങ്കേന്നുദിച്ചളവ് ലിപിയേഴുമക്ഷരമത് എന്നങ്ങ് ഇരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമഃ. ശരിയാതൊരക്ഷരമിതങ്കേന്നുദിച്ചളവ് ലിപിയേഴുമക്ഷരമത് എന്നങ്ങിരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമഃ. ശരിയാതൊരക്ഷരമതിങ്കേന്നുദിച്ചളവ് ലിപിയേഴുമക്ഷരമത്
ലീപിയേഴുമക്ഷരമിതെന്നങ്ങുരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയുന്നതാരുമായി വരിക നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ശരിയാതൊരക്ഷരം, ക്ഷരമില്ലാത്ത, നാശമില്ലാത്ത അക്ഷരം, അത് നമുക്ക് ഏവർക്കും അറിയാം. ഒരുപാട് തവണ എഴുത്തച്ഛൻ ഇവിടെ ആവർത്തിച്ചതാണ് ആ ഓങ്കാരമായ പ്രണവ ബീജാക്ഷരം. അതിൽ നിന്നുണ്ടായ അതിങ്കേന്നുദിച്ചളവ്, അതിൽ നിന്ന് ഉണ്ടായപ്പോൾ ലിപി 7 അക്ഷരമത്, 7 ലിപികളുള്ള അക്ഷരം അത്. അതായത് നാരായണായ നമഃ എന്ന 7 മന്ത്രാക്ഷരം അല്ലേ. നാ രാ യ ണ യ ന മ 7 അക്ഷരത്തിനെയാണ് ഈ നാരായണായ നമഃ എന്ന മന്ത്രാക്ഷരത്തിനെയാണ് ലിപി 7 എന്നതുകൊണ്ട് ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. അക്ഷരം അത് എന്നങ്ങ് ഇരപ്പുജനം, നാശമില്ലാത്തവനാണെന്ന്. ഈ അക്ഷരത്തിനും നാശമില്ല, നാമിക്കും നാശമില്ല, ഈ നാമത്തിനും ഒരിക്കലും നാശമുണ്ടാവുകയില്ല. ശരിയാതൊരക്ഷരമിതെങ്കേന്നുദിച്ചളവ് ലിപി 7 അക്ഷരമിതെന്നങ്ങുരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയുന്നതാരും വരിക നാരായണായ നമഃ. അറിയാവതല്ല, അറിയാൻ കഴിയുന്നതല്ല, തവ പരമ രഹസ്യ പൊരുൾ, അവിടുത്തെ പരമമായ രഹസ്യം അറിയാറുമായി വരിക, അറിയാൻ എനിക്ക് ഇടയാക്കി തരണേ എന്ന് അപേക്ഷിക്കുകയാണ് എഴുത്തച്ഛൻ ഇവിടെ ചെയ്യുന്നത്. ഈ നാശമില്ലാത്തതുമായ ഓങ്കാരത്തിൽ നിന്നുണ്ടായ ഈ നാരായണായ നമഃ അല്ലേ, എല്ലാ ശ്ലോകത്തിൻ്റെയും അവസാനം അദ്ദേഹം ഈ 7 ലിപികളോടുകൂടിയ 7 അക്ഷരങ്ങളെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അക്ഷരങ്ങൾ ഒരിക്കലും നാശമില്ലാത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലയോ ഭഗവാനെ, ഈ പരമമായ അക്ഷരപുരുഷനെ എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല, പക്ഷേ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഈ കീർത്തനത്തിൽ ഞാൻ ചേർക്കുന്നു. അങ്ങ് അത് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഓരോ അക്ഷരവും നമ്മൾ കണ്ടിരുന്നു ആ പ്രണവത്തിൽ നിന്നാണ്, ഓങ്കാരത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് അല്ലേ. ആ 38ാമത്തെ കീർത്തനത്തിലൊക്കെ ആ നാദബ്രഹ്മത്തിൻ്റെ കാര്യമായിരുന്നു എഴുത്തച്ഛൻ പറയുന്നത് അല്ലേ. ആ നാരായണ എന്നുള്ള ജപം നമ്മളെ മോക്ഷത്തിലേക്ക് എത്തിക്കുമെന്ന് കണ്ടിരുന്നു. ഇത് തന്നെ ഭാഗവത കീർത്തനത്തിലും ഉപദേശിക്കുന്നുണ്ട്. നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപതു ചേരും മുകുന്ദപദം തീരാതെ സംസൃതി വിഷം തീരുമെന്നറിയുക മാലോകരേ ജപതു നാരായണായ നമ എന്ന് എഴുത്തച്ഛൻ തൻ്റെ ഭാഗവത കിളിപ്പാട്ടിൽ പറയുന്നുണ്ട്. അതായത് ഭഗവാനെ ജപിക്കൂ, അത് മാത്രമേ നമുക്ക് മോക്ഷഗതിയുള്ളൂ എന്ന്. അക്ഷരമെന്ന പദം നമുക്ക് അറിയാം, ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്, ഭഗവാന്റെ തന്നെ പര്യായമാണ് അക്ഷരം എന്നത്. അപ്പോൾ ഭഗവാനെ, എന്നെ ഈ നാശരഹിതനായ അങ്ങയെ തിരിച്ചറിയുവാനുള്ള മാർഗമാക്കി ഈ മന്ത്രങ്ങൾ ആക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് എഴുത്തച്ഛൻ നടത്തുന്നത്. നമ്മൾക്കും അദ്ദേഹത്തിനോടൊപ്പം പ്രാർത്ഥിക്കാം. നമ്മളെയും ഈ നാശരഹിതനായ പരമാത്മാവിലേക്ക് അടുപ്പിക്കുന്ന ബീജമന്ത്രമായിരിക്കട്ടെ ഈ നാരായണ നമഃ എന്നുള്ള മന്ത്രം. ശരിയാതൊരക്ഷരമതിങ്കേന്നുദിച്ചളവ് ലിപി 7 അക്ഷരമതെന്നങ്ങുരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ
അറിയുമാറുമായി വരിക. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഈ നാമങ്ങളും നമുക്ക് എഴുത്തച്ഛൻ്റെയും ഗുരുപരമ്പരയുടെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിനോടൊപ്പം തന്നെ ഭഗവത് സായുജ്യത്തിനായി ഈ മന്ത്രങ്ങൾ നമ്മൾക്ക് അർച്ചനയായി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.